ഇൻവെസ്റ്റേഴ്സ് സിയാത്തിലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ കിടക്കാം. ഗംഭീര മാർക്കറ്റാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത്. ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, 23,080 ലോ ടെസ്റ്റ് ചെയ്തു. ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു 250 പോയിന്റ് അടുത്ത് റാലി രേഖപ്പെടുത്തി നിഫ്റ്റി 23,300 പോയി. പിന്നീട് ഇന്നത്തെ ഡേ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഫോളോ ചെയ്ത് 23,182 എന്ന നിലയിലാണ് മാർക്കറ്റിൻ്റെ നിൽപ്പ്. ഇപ്പോഴത്തെ ഒരു പാറ്റേൺ, മാർക്കറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്താലും ആ ഡേ ലോയിൽ നിന്ന് മാർക്കറ്റ് തിരികെ കയറാനായിട്ട് ശ്രമിക്കാറുണ്ട്. പക്ഷേ FISൻ്റെ കനത്ത സെല്ലിംഗ് കാരണം മാർക്കറ്റ് വീണ്ടും തിരിച്ചിറങ്ങുന്ന ഒരു കാഴ്ചയാണ് ഉള്ളത്. നിഫ്റ്റിയും സെൻസെക്സും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ കഴിഞ്ഞ കുറേ ദിവസത്തെ പോലെ RBIയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ കാരണം ബാങ്ക് നിഫ്റ്റി ഇന്നും പോസിറ്റീവിലാണ് ക്ലോസ് നടത്തിയിട്ടുള്ളത്. നിഫ്റ്റി സെൻസെക്സ് 150 പോയിൻറ്റും നിഫ്റ്റി 53 പോയിൻ്റ് ഒരു ഫോളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടാതെ തന്നെ ഗോൾഡും ശക്തമായ രീതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹയർ പ്രൈസിലെല്ലാം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് ചെറിയൊരു പാനിക് അവസ്ഥയാണുള്ളത്. യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ അമേരിക്ക ഇറാനിലുള്ള നിരവധി സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി പുതിയ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിന് മറുപടിയായിട്ട് ഇറാൻ, ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമാക്കി മിസൈൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇതേ സെയിം ടൈം തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഹോർമുസ് ക്ലോസ് ചെയ്തതായിട്ട് ഇറാൻ അറിയിച്ചു. ഈ ക്രൂഡിൻ്റെ പ്രൈസ് സ്പൈക്ക് ചെയ്തു. പക്ഷേ ഈ വളരെ മുമ്പ് ഉണ്ടാവുന്ന ഒരു ഭീതി ഇപ്പോൾ മാർക്കറ്റിലില്ല. മാർക്കറ്റ് ഇടിയുന്നു, തിരികെ കയറുന്നു. നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് US ഫ്യൂച്ചറെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എന്താകുമെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് കണ്ടുവരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും US മാർക്കറ്റ് തിരിച്ച് കയറിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ FTSE, CAC 40, DAX 3 യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ്സാണ്. കൂടാതെ തന്നെ നിക്കി ജപ്പാൻ മാർക്കറ്റ് പ്ലസ് ആയിരുന്നു. കോസ്പി കൊറിയ പ്ലസ് ആയിരുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചർ 300 പോയിൻ്റ് അപ്പാണ്. ഡോ ഫ്യൂച്ചർ 383 പോയിൻ്റ് അപ്പാണ്. കൂടാതെ നാച്ചുറൽ ഗ്യാസിനോ ബ്രെൻഡ് ഓയിലിനോ ഇന്ന് സ്പൈക്ക് ആയിട്ടില്ല. ബിറ്റ്കോയിൻ 2000 പോയിന്റ് സ്പൈക്ക് ചെയ്ത് കയറി. ഗോൾഡും ഒരു 4082 4000 വരെ പോയ ഗോൾഡായിരുന്നു. ഇനി എക്സ്റ്റൻഡ് മാർക്കറ്റ് അവേഴ്സിൽ US കമ്പനികളെല്ലാം തന്നെ കാണാം. ഏറ്റവും താഴെ ഇന്ത്യയിൽ 4%, ഓൾമോസ്റ്റ് 5% റാലി ഉണ്ട്. മറ്റുള്ള എല്ലാ ഭീമന്മാരായിട്ടുള്ള കമ്പനീസ്, ആപ്പിളും ഇൻവീഡിയ ഉൾപ്പെടെയുള്ള കമ്പനീസ് എല്ലാം തന്നെ എക്സ്റ്റൻഡ് അവേഴ്സിൽ പോസിറ്റീവിലാണ് ഇപ്പോൾ ട്രേഡിങ് തുടരുന്നത്. നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് എല്ലാം തന്നെ പരിശോധിക്കാം. ഓപ്പൺ ഇൻട്രസ്റ്റിൽ നിഫ്റ്റിയുടെ സ്പോട്ട് 23,250 ഉള്ളത്. PCR 0.9 എന്ന നിലയിലാണ്. ബീറിഷ് അല്ല. പുട്ട് സൈഡും കോൾ സൈഡും ഒരു യൂണിഫോമായ രീതിയിലുള്ള റൈറ്റിംഗ് ആണ് ഉള്ളത്. മാർക്കറ്റിലുള്ള കൺസോൾട്ടേഷനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. എങ്കിലും 23,000 റേഞ്ചുകൾ മേജർ സപ്പോർട്ട് സോണായിട്ട് നിലകൊള്ളുന്നുണ്ട്. അപ്പോൾ 23,000 താഴെ മാർക്കറ്റ് പോകുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഇന്നലെ US നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വന്നിരുന്നു. കുറച്ച് സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നാളെ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നാളെ കീ ഈവൻ്റായിട്ട് ഉള്ള ഒരു മേജർ എക്കണോമിക് ഈവൻ്റായിട്ട് ഉള്ളത്. ഇനി നമുക്ക് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് ഈ IT കമ്പനീസിൽ ഇടിവ് തുടരുകയാണ്. ഇന്നും ഇൻഫോസിസ് ഇടിഞ്ഞു 2% മുകളിൽ. HCL ടെക് ഇടിഞ്ഞു. ബജാജ് ഫിനാൻസും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് M&M ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു 1.2%. ICICI ബാങ്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പോസിറ്റീവായിരുന്നു. അതുപോലെ തന്നെ കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് പോസിറ്റീവാണ്. കഴിഞ്ഞ ദിവസങ്ങളും പോസിറ്റീവായിരുന്നു. JSW സ്റ്റീൽ ഇന്ന് പോസിറ്റീവായിട്ട് നിലകൊണ്ടിട്ടുണ്ട്. സൺഫാർമയും പോസിറ്റീവായിട്ട് നിലകൊണ്ടു. ബാങ്കിങ് സെക്ടർ വീക്കാവുന്നില്ല. ഈവൻ ബാങ്കിങ്ങും വീക്കായിരുന്നെങ്കിൽ നമുക്കിത് ആയിരുന്നില്ല കാണേണ്ട വരുന്ന ഇടിവ്. കൂടാതെ റിലയൻസും ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. റിലയൻസൊക്കെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മുടെ ന്യൂസിലെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് കോണിൽ ഇരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് കുറഞ്ഞ ഫീസിൽ പഠിക്കാം. ഫസ്റ്റ് കമ്പനിയിൽ നമ്പറുണ്ട്, കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് കമ്പനിയിൽ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തയിൽ ആദ്യം ഹാപ്പിയസ്റ്റ് മൈൻഡാണ്. ഇവർ ഒരു AI ഏജൻറ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. സോം ഡിസ്റ്റിലറീസ് കമ്പനി, ഇവരുടെ സബ്സിഡിയറി വുഡ് പീക്ക് ഗ്രീൻ അഗ്രി ന്യൂട്രൽ കമ്പനി ഇവരുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഉത്തർപ്രദേശിലുള്ള ഒരു പുതിയ പ്ലാനിൽ നിന്ന് ആരംഭിച്ചു എന്നുള്ള ന്യൂസ്. ഈ പാക്ക് പ്രീഫാബ് കമ്പനി ഇവരുടെ റവന്യൂ
കമ്പനി ഉയർത്തി ടാർഗറ്റ് 10% കമ്പനി സ്പൈക്ക് ചെയ്തിട്ടുണ്ട്. യൂണിക് കൊമേഴ്സ് സൊല്യൂഷൻ കമ്പനി ഒപ്ട്ര ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ അപ്പ് ചെയ്തു എന്നുള്ള ന്യൂസ്. സ്റ്റോക്ക് 8% റാലി രേഖപ്പെടുത്തി. ഓയിൽ ഇന്ത്യ ഇവർ കനേഡിയൻ പെട്രോളിയം ടെക്നോളജി ആയിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. ഗ്ലെൻമാർക്ക് ഫാർമ അവരുടെ പുതിയ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യുന്ന പുതിയ മെഡിസിൻ കമ്പനി ലോഞ്ച് ചെയ്തു എന്ന് അറിയിച്ചു. റിലയൻസ് ഗോൾഡ്മാൻ സാക്ക് റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ് ഉണ്ടായിരുന്നു. റിലയൻസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. അതുപോലെ തന്നെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉയർത്തുകയാണെന്നുള്ള ന്യൂസ്. അതുപോലെ ഫാർമ കമ്പനിയായിട്ടുള്ള സിപ്ലക്ക് US പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം കിട്ടി എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ നമുക്കുള്ളത്. നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഓപ്പൺ ഇൻട്രസ്റ്റുകളെല്ലാം തന്നെ വലിയൊരു നെഗറ്റീവ് സിനാരിയോയിൽ അല്ല ഇപ്പോൾ നിലകൊള്ളുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ നമുക്കുള്ള പോസിറ്റിവിറ്റി. കൂടാതെ തന്നെ നമ്മളുടെ ബാങ്കിങ് നിഫ്റ്റിയും ബാങ്കിങ് കമ്പനീസും പോസിറ്റീവ് ആയിട്ട് നിലകൊള്ളുന്നുണ്ട്. നമുക്ക് Q1 റിസൾട്ടുകളൊക്കെ വരുന്നുണ്ട്. അധികം സമയമുള്ള ഇനി Q1 റിസൾട്ടിന് ഉള്ളത് 2026 Q1 ആദ്യം ഇൻഫോസിസ് ഉൾപ്പെടെയുള്ള കമ്പനീസ് നെക്സ്റ്റ് മന്ത് മിഡോട് കൂടിയിട്ട് ഇൻഫോസിസ്, TCS, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ടുകളെല്ലാം തന്നെ വരും. പിന്നീട് HDFC. അപ്പോൾ വീണ്ടും ഒരു റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ആ റിസൾട്ടിന് മുമ്പ് തന്നെ കമ്പനിയുടെ ബിസിനസ് റിപ്പോർട്ടുകൾ പുറത്തുവിടും. ബാങ്കിങ് കമ്പനീസ് പുറത്തുവിടും. അവരുടെ കിട്ടാക്കടം അതിനുവേണ്ടിയുള്ള പ്രൊവിഷനും എല്ലാം തന്നെ പുറത്തുവിടും. IT കമ്പനി ആവട്ടെ പുതിയ ഓർഡറുകൾ പുറത്തുവിടും. കൂടാതെ തന്നെ ഓട്ടോമൊബൈൽ കമ്പനീസ് അവരുടെ ഓട്ടോ സെയിൽസ് റിപ്പോർട്ടുകൾ പുറത്തുവിടും. അപ്പോൾ അതനുസരിച്ചായിരിക്കും ഇനി മാർക്കറ്റിൻ്റെ ഒരു ഗതി. കാരണം ഇത്തരം കമ്പനീസ് റിസൾട്ടിന് മുമ്പേ തന്നെ പുറത്തുവിടുന്ന ബിസിനസ് റിപ്പോർട്ടുകൾ, എസ്പെഷ്യലി ബാങ്കിങ് കമ്പനീസിൻ്റെ ഡെപ്പോസിറ്റ് എത്ര ഉയർന്നു എന്നുള്ള കാര്യങ്ങൾ, നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം എത്ര ഉയർന്നു എന്നുള്ള കാര്യങ്ങൾ, കിട്ടാക്കടത്തിൽ മേലുള്ള പ്രൊവിഷൻ എത്ര ഉയർത്തി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള എക്കണോമിക് ഡേറ്റയൊക്കെയാണ് ഇനി മാർക്കറ്റിന് ഈ Q1 റിസൾട്ട് ഇത്തരത്തിലായിരിക്കാമെന്നുള്ള ആ ഒരു ഐഡിയ നിക്ഷേപകർക്കൊക്കെ ലഭിക്കുന്നത്. കൂടാതെ FISനും പിന്നെ FISൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ FISൻ്റെ സെല്ലിംഗ് പ്രഷറാണ് ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ടുള്ളത്. അപ്പോൾ കണക്കുകൾ പ്രകാരം ഈ ഒരു മാസം തന്നെ ഏകദേശം ഒരു 43,000 കോടി രൂപക്കൊക്കെ മുകളിൽ FIS സെല്ല് നടത്തി കഴിഞ്ഞു. ഏത് മാസം ജൂൺ 1 മുതൽ ജൂൺ 10 വരെയുള്ള കാലയളവിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു സെല്ലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇപ്പോൾ മെയ് മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ജൂണാണല്ലോ, മെയ് മാസം 55,000 കോടി രൂപക്ക് FIS സെല് ചെയ്തിട്ടുണ്ട്. ഏപ്രിലോ 70,000 കോടി രൂപക്ക് മുകളിൽ FIS സെല് ചെയ്തിട്ടുണ്ട്. മാർച്ചിലോ അത് 1,22,000 കോടി രൂപക്ക് FIS സെല് ചെയ്തിട്ടുണ്ട്. ഫെബ്രുവരിയിൽ മാത്രമാണ് ഒരു ചെറിയൊരു കുറവ് സെല് ചെയ്തിട്ടുള്ളത്, 6,640. എന്നാൽ ജാനുവരിയിൽ ഏകദേശം ഒരു 41,000 കോടി രൂപക്ക് മുകളിൽ അവർ സെല് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ഫിഗറുകളെല്ലാം തന്നെ കൂട്ടി നോക്കിയാൽ ഹ്യൂജ് സെല്ലിംഗ് പ്രഷറിലാണ് FIS ഉള്ളത്. അപ്പോൾ FIS വരും പോകും, DIs ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളുടെ പോക്ക്. പക്ഷേ ഈ മ്യൂച്വൽ ഫണ്ട് ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം തന്നെ മാർക്കറ്റിനെ വളരെയധികം കീനായിട്ട് വാച്ച് ചെയ്യേണ്ട എക്കണോമിക് ഡേറ്റേഴ്സാണ്. അതെല്ലാം തന്നെ നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും ഷെയർ ചെയ്യും. നമ്മുടെ ചാനൽ എല്ലാവർക്കും ഷെയർ എത്തിക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു.